ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു അറേൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഫ്രം ദ അറേ. അറേയിൽ നിന്ന് എന്ത് ചെയ്യുക? ഡ്യൂപ്ലിക്കേറ്റ്സ് എലമെൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് ഒന്നുകൂടി ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ട ജസ്റ്റ് വേരിയബിൾസ് ഒക്കെ ഒന്ന് ഇവിടെ ഡിക്ലെയർ ചെയ്യാം. അതുപോലെ ഇൻറ്റ് ഐ, അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത്? ഐ വേണം, അതുപോലെ തന്നെ ജെ വേണം, നെക്സ്റ്റ് കെ എന്ന് പറയുന്ന ലൂപ്പ്. 3 ലൂപ്പാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് സൈസ് നമുക്ക് ഇവിടെയല്ല, എങ്ങനെയാണ് നമ്മൾ നോർമലി കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ എങ്ങനെയാണ് സൈസ് കാണുന്നതെന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സൈസ് എങ്ങനെയാണ് കാണുന്നത്? ജസ്റ്റ് സൈസ് ഓഫ് എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? സൈസ് ഓഫ്, അതിനകത്ത് എന്ത് കൊടുക്കുക? ARR ഡിവൈഡഡ് ബൈ. ഇതറിയാത്തവർ ജസ്റ്റ് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യും, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, സൈസ് ഓഫ്, ഇവിടെയും സൈസ് ഓഫ് എന്ന് കൊടുത്തിട്ട് എന്തിൻ്റെ ജസ്റ്റ് നമുക്ക് ഇൻറ്റു വരെ കൊടുക്കാം അല്ലേ? നമുക്ക് അവിടെ ഇത് കിട്ടിയാൽ മതിയല്ലോ. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈസായി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എന്താണ്? ഫോർ ലൂപ്പ്. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പിന് ഇതാണ് നമ്മുടെ മെയിൻ ഫോർ ലൂപ്പ്. ജസ്റ്റ് അതിനിവിടെ ഒരു സ്പേസ് കൊടുക്കാം. ഈ ഒരു മെയിൻ ഫോർ ലൂപ്പിനകത്ത് ഐ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഐ ഏത് വരെ? ഐ ലെസ് ദാൻ സൈസ്. നമുക്ക് വേണമെങ്കിൽ സൈസ് -1 വരെ കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് സൈസ് വരെ കൊടുത്തിട്ട് നിങ്ങൾക്ക് സൈസ് -1 വരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും, ഇത് ഓക്കെ ആയിരിക്കും. കാരണം നമുക്ക് അത്രയും ആവശ്യമില്ല. I++. ഓക്കെ, നമ്മൾ ഐ എന്ത് ചെയ്തു? 0 മുതൽ എന്ത് ചെയ്യുക? സൈസ് വരെ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ആ ലൂപ്പ് ഒന്ന് റൺ ചെയ്യാണ്. അതിനകത്ത് നമ്മുടെ ഇന്നർ ഫോർ ലൂപ്പ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഫോർ ലൂപ്പിൽ ഞാൻ എന്ത് കൊടുക്കുക? ജെ നമുക്ക് എവിടെ നിന്നാണ്? ജെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐയിൽ നിന്ന്, അതായത് 0യിൽ നിന്നല്ല. കാരണം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ? ഒരു അരയിലുള്ള ആദ്യത്തെ എലമെൻറ്റിനെയും തൊട്ടടുത്തുള്ള എലമെൻറ്റിനെയും ജസ്റ്റ് എന്ത് ചെയ്യും? കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് രണ്ടും ഈക്വൽ ആണോ നോക്കും. ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സിനൊക്കെ ഈ ഒരു പൊസിഷനിലോട്ട് ഇങ്ങോട്ട് ബാക്കിലോട്ട് അസൈൻ ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. എന്നിട്ട് ഈ ഒരു ഫസ്റ്റത്തെ എലമെൻറ്റ് അവസാനം വരെ നോക്കും, വേറെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന്. അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ I+1 എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, തൊട്ടടുത്ത എലമെൻറ്റിനെ ചെക്ക് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ജെ ഏത് വരെ വേണം? ലെസ് ദാൻ സൈസ് വരെ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ജെൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? ++ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇന്നർ ലൂപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ബാക്കി എല്ലാ എലമെൻറ്റ്സിനും, അതായത് ഇപ്പോൾ ഒരു എലമെൻറ്റിനെ നമ്മൾ അവിടെ വെച്ചിട്ട് ആ എലമെൻറ്റിനെ ബാക്കി എല്ലാ എലമെൻറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്ക് ഒരു ഇഫ് കണ്ടീഷൻ വേണം. അതായത് ഇന്നർ ലൂപ്പിനകത്ത് നമ്മൾ കണ്ടീഷനിൽ ചെക്ക് ചെയ്യാണ് രണ്ടും ഈക്വൽ ആണോ നോക്കണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷനാണ് ARR. അപ്പോൾ നമ്മൾ അരയുടെ എന്ത് ചെയ്തില്ല? കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് വാങ്ങാം, അല്ലെങ്കിൽ ഇവിടെ ARR എന്ന് പറഞ്ഞ് അരേൻ്റെ എന്തെങ്കിലും ജസ്റ്റ് നെയിം കൊടുക്കാം. ഞാനിവിടെ ഡാറ്റ ടൈപ്പ് കൊടുത്തില്ല, ഇൻറ്റ് ARR എന്ന് കൊടുത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതിനകത്ത് നമുക്ക് കുറച്ച് നമ്പേഴ്സ് കൊടുക്കാം. 1, അതുപോലെ തന്നെ 1 റിപ്പീറ്റ് ആയി കൊടുക്കണേ. 2, 3, 4 വീണ്ടും കൊടുക്കണേ. നെക്സ്റ്റ് 5, 6, 7. ഇപ്പോൾ എത്രയായി ടോട്ടൽ? 1, 2, 3, 4, 5, 6, 7, 8, 9 ആയി. ഒരു നമ്പറും കൂടി കൊടുക്കാം, 8. ഓക്കെ, ടോട്ടൽ 10 നമ്പേഴ്സ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ജസ്റ്റ് ഇവിടെ ഒരു സെമി കോളനും കൂടെ. ഇഫ് കണ്ടീഷനകത്ത് അറേ ഓഫ് ഐ ഈക്വൽ ടു അറേ ഓഫ് ജെ ആണോ നോക്കാം. ഓക്കെ, അപ്പോൾ അറേ ഓഫ് ഐ ഈക്വൽ ടു അറേ ഓഫ് ജെ ആണെങ്കിൽ എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇങ്ങനത്തെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ആ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഒരു ഫോർ ലൂപ്പ് വേണം. ഓക്കെ, ഈ ഒരു ഫോർ ലൂപ്പ് എന്തിനാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് കംപ്ലീറ്റ് ആകുന്ന ടൈമിൽ മനസ്സിലാവും. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ നമുക്ക് 1 റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1നെ നമ്മൾ, അതായത് രണ്ടാമത്തെ പൊസിഷനിൽ വരുന്ന സെക്കൻഡ് വരുന്ന 1നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു പൊസിഷനിലോട്ട് ബാക്കിയുള്ള എലമെൻറ്റ്സിനൊക്കെ അസൈൻ ചെയ്ത് വെക്കണം. ബാക്കിയുള്ള ഓരോരോ എലമെൻറ്റ്സിനെ എന്ത് ചെയ്യുക? തൊട്ടടുത്ത പൊസിഷനിലോട്ടായിട്ട് അസൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ കെ എന്ന് പറയുന്ന വേരിയബിൾ ഓൾറെഡി ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാം? നമുക്ക് ജെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിവിടെ 1, 2, 3, 4 വന്ന്, ഈ ഒരു 4 വന്നു കഴിഞ്ഞാൽ 4 വരുമ്പോൾ പിന്നെ നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. 4 റിപ്പീറ്റ് ആയിട്ട് സെക്കൻഡ് ടൈം വരുന്നൊരു പൊസിഷനിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഡിലീറ്റിംഗ് പ്രോസസ്സ് അവിടുന്ന് അങ്ങോട്ട് എൻഡ് വരെ സൈസ് വരെ എത്രയാണോ അതുവരെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. സൈസ് -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ പൊസിഷൻ കിട്ടും, അതുവരെ നോക്കിയാൽ മതി. കാരണം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൻ്റെ മുമ്പുള്ളതിനൊന്നും ലൂപ്പ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് റൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ കെ എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ജെയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡൗട്ടുള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഈ ഒരു വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് വരുന്ന ഡൗട്ട്സൊക്കെ ഞാൻ ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, സൈസ് -1 വരെ നമ്മൾ പോകും. നമുക്ക് ഇതുവരെ ലെസ് ദാൻ സൈസ് -1 എന്ന് പറയുമ്പോൾ തന്നെ 0 മുതൽ സൈസ് -1 എന്ന് പറയുമ്പോൾ അത്രയും ആയി. പക്ഷേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് നമ്മളവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണ്, നമുക്ക് അവസാനത്തെ ആ ഒരു എലമെൻറ്റ്സിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ ഈ ഒരു ലൂപ്പിൻ്റെ വർക്കിംഗ് ആവശ്യമില്ലാത്ത കേസ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ലെസ് ദാൻ സൈസ് -1 എന്ന് കൊടുത്ത് ഞാൻ, എന്നിട്ട് കേൻ്റെ വാല്യൂ നമ്മളിവിടെ ++ ചെയ്യാണ് ലൂപ്പ് റൺ ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ഈ ഒരു കേൻ്റെ ലൂപ്പിനകത്ത് എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ARR ഓഫ് K എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് കെയിലുള്ള വാല്യൂ, കെയിൽ ഇപ്പോൾ കറൻ്റ് ഉള്ള വാല്യൂയിലോട്ട് എന്ത് ചെയ്യും, നമ്മൾ അസൈൻ ചെയ്ത്. കെയിലുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ ആ ഒരു പൊസിഷൻ എവിടെയാണ്, ജെൻ്റെ ഏതാണോ നിൽക്കുന്നത് അവിടെയാണ് വരുന്നത്. ഓക്കെ, അതിലോട്ട് എന്ത് അസൈൻ ചെയ്ത് വെക്കും, K+1, അതായത് തൊട്ട് മുമ്പിലുള്ള. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആരേൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 ഡ്യൂപ്ലിക്കേറ്റ് 1 വന്ന്, അതായത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ 1ൻ്റെ ആ ഒരു പൊസിഷനിലോട്ട് തൊട്ട് മുമ്പുള്ള 2നെ എന്ത് ചെയ്യും, ഇങ്ങോട്ട് അസൈൻ ചെയ്ത് വെക്കും. ഇവിടെ 4 റിപ്പീറ്റായിട്ട് വന്ന ടൈമിൽ എന്ത് ചെയ്യും, 5നെ എന്ത് ചെയ്യും, രണ്ടാമത്തെ 4ലേക്ക് എന്ത് ചെയ്യും, അസൈൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, K+1 എന്ന് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇത്രയും കൊടുത്ത് ഇപ്പോൾ എന്തായിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അസൈൻ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് കുറക്കണം. കാരണം നമ്മുടെ അറേൻ്റെ എന്ത് ചെയ്യണം, നമ്മൾ സൈസ് മാറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് കഴിഞ്ഞാൽ, ഈ ഒരു കേൻ്റെ ഫോർ ലൂപ്പ് കഴിഞ്ഞാൽ, ഓക്കെ, ജസ്റ്റ് ആ ഒരു കർലി ബ്രാക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ മൗസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും. സൈസ് മൈനസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ സൈസ് ഒന്ന് പറയും. ഇപ്പോൾ 10 സൈസുള്ളതാണെങ്കിൽ 9 സൈസായിട്ട് മാറും. എത്ര എലമെൻറ്റ്സ് ആണോ പിന്നീട് അത് കുറക്കുന്നത്. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിഫോൾട്ട് വാല്യൂ ജസ്റ്റ് ചിലപ്പോൾ 0 ഒക്കെ അസൈൻ ചെയ്ത് വെക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, 0 ആയിട്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈസ് കുറക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നമുക്ക് മൈനസ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു എലമെൻറ്റ്സിനെ അവിടെ നിന്ന് റിമൂവ് ആക്കി കഴിഞ്ഞാലും വീണ്ടും എന്ത് ചെയ്യണം, ആ ഒരു എലമെൻറ്റ്സ് ചിലപ്പോൾ ഒരു തവണ മാത്രമല്ല വന്നിട്ടുണ്ടാവുക, ഒന്നിൽ കൂടുതൽ തവണ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും പോയി ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് തിരിച്ച് വീണ്ടും ഒന്ന് ആ ഒരു പൊസിഷനിലോട്ട് തന്നെ വന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ബാക്കിയുള്ള ആ ഒരു ലൂപ്പ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത്രയും തവണ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും, വീണ്ടും റിപ്പീറ്റായിട്ട് ചെക്ക് ചെയ്യും, ഒന്നിൽ കൂടുതൽ തവണ വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റിമൂവ് ചെയ്യാനുള്ള പ്രോസസ്സ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മളെ വീഡിയോസിലൊക്കെ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് റൺ ചെയ്യണം. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, 3 ലൂപ്പാണ് ഇവിടെ യൂസ് ചെയ്ത്. ഇനി നമുക്ക് ഇത് റൺ ചെയ്യണം. ഇതാണ് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് റൺ ചെയ്യാനായിട്ട് താഴെ എന്ത് ചെയ്യാം, ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഈ ഒരു ഫോർ ലൂപ്പിൽ ഐ നമുക്ക് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഐ ലെസ് ദാൻ ഏത് വരെ, സൈസ് വരെ. നെക്സ്റ്റ് അതിൻ്റെ വാല്യൂ ++ കൊടുക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് പ്രിൻ്റ് എഫിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ നമ്മൾ സൈസ് വരെ, സൈസ് ഓൾറെഡി നമ്മൾ മൈനസൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഇവിടെ %d എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ /t എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതായത് ടാബ് ഇത് കൊടുക്കുന്നത് എന്തിനാണ്, ജസ്റ്റ് ഒരു സ്പേസ് കിട്ടാൻ നമ്പേഴ്സ്. ഓക്കെ, നിങ്ങൾ ഇത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതുപോലെ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ കോമ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ARR ഓഫ് I നമുക്കിവിടെ പ്രിൻ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് സെമിക്കോളൻ കൊടുക്കുകയാണ്. ഒന്ന് റൺ ചെയ്ത് നോക്കാം, നമുക്ക് എന്തെങ്കിലും എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ജസ്റ്റ്. ഓക്കെ, 1 2 3 4 5 6 7 8 കറക്റ്റാണ്. ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റായിട്ട് ചെയ്യുക. ഞാൻ എന്ത് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ വീഡിയോ ആണിത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.